JavaScript can display data in different way. പല രീതിയിലും നമുക്ക് JavaScriptൽ ഡേറ്റനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വേ, റൈറ്റ് ഇൻ ടു ആൻ HTML എലമെന്റ് യൂസിങ് ഇന്നർ HTML. ഇന്നർ HTML വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഡേറ്റനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിന്റെ പേര് ഇന്നർ HTML example.html എന്നാണ് ഞാൻ എടുക്കുന്നത്. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. ഞാൻ ഇന്നർ HTML എക്സാമ്പിൾ എന്ന് കൊടുക്കാൻ കാരണം പിന്നീട് നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് HTML കോഡ് കുറച്ചൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ Shift+1 ഞെക്കി, അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു, എൻ്റർ അടിച്ചു. ദെൻ ഒരുവിധം കോഡ് ഇതിനകത്തുണ്ട്. ദെൻ നമുക്ക് ടൈറ്റിൽ മാറ്റാം. ഇത് ഇന്നർ HTMLന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇന്നർ HTML കൊടുക്കാം. ദെൻ ബോഡി, നമ്മൾ JavaScript ആണ് ഇന്നത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് എന്താണ് ആവശ്യം, അതായത് നമുക്കിപ്പോൾ ഏത് JavaScriptലെ കോഡ് എന്താണ് എഴുതേണ്ടത് അത് നമുക്ക് ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ എഴുതാം. ഇത് ഇന്നർ HTML ആയതുകൊണ്ട് നമുക്ക് ഒരു P ടാഗ് കൂടി നമുക്ക് യൂസ് ചെയ്യാം. P ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫ് ടാഗ്. അതിന് ഞാനൊരു ID കൊടുക്കുവാണ്. ഹായ്. ഈ ID നമ്മൾ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ID വെച്ചിട്ടാണ് നമ്മൾ ഇന്നർ HTML കോഡ്, അതായത് ഈ ID കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നർ HTML ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ID ആക്സസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്നർ HTML എന്താണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത് അത് പ്രിന്റ് ആയിട്ട് വരുന്ന പാരഗ്രാഫിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഈ document.query selector എന്ന് കൊടുക്കാൻ കാരണം ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റിനകത്തുള്ള ഒരു മെത്തേഡാണ് query selector എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ID നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്നർ HTML നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ Pയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ പാത്ത് കോപ്പി ചെയ്യണം, എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, ഫ്രണ്ട്സ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ്, റൈറ്റ് ഇൻ ടു എൻ HTML ഔട്ട്പുട്ട് യൂസിങ് document.write. document.write എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച് നമുക്ക് HTML ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും JavaScriptലെ ഡേറ്റയിലെ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന document.write എന്ന മെത്തേഡാണ്. അപ്പം റൈറ്റ് example.html എന്ന് പറഞ്ഞൊരു HTML പേജ് എടുത്തു. Shift+1 enter. ദെൻ ഡോക്യുമെന്റ് എന്നുള്ളത് മാറ്റിയിട്ട് പേര് കൊടുക്കണം. അത് ഞാൻ റൈറ്റ് മെത്തേഡ് എന്നാണ് കൊടുക്കുന്നത്. ബോഡി ടാഗിന്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ document.write ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പാത്ത് കോപ്പി ചെയ്യുക, ക്രോമിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. കണ്ടോ, ഹലോ ഫ്രണ്ട്സ് ഇവിടെ പ്രിന്റ് ആയി. ഓക്കെ, ഇനി തേർഡ് വൺ ഏതാണെന്ന് നോക്കാം. യൂസിങ് ഇൻ ടു എൻ അലേർട്ട് ബോക്സ് യൂസിങ് window.alert. window.alert എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് അലേർട്ട് ബോക്സിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം.
ഫയൽ ക്രിയേറ്റ് ചെയ്തു. അലേർട്ട് ബോക്സ് എക്സാമ്പിൾ .html. okay, shift 1, enter. alert box script ടാഗിന്റെ ഉള്ളിൽ നമ്മൾ വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്തു. ന്യൂ ടാബ് ഓപ്പൺ ചെയ്തു. ഇത് പേസ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, ഓക്കെ എന്ന് പറഞ്ഞു തന്നു. ഇത് കണ്ടു, ഇതാണ് അലേർട്ട് ബോക്സ്. ഇപ്പൊ ഇവിടെ അലേർട്ട് ഓക്കെ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അതിനകത്ത് അലേർട്ട് ബോക്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്ന അത് വരുന്നത് ഇവിടെയാണ്. ഇതാണ് ടൈറ്റിൽ ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, റൈറ്റ് ഇൻ ടു ബ്രൗസർ കൺസോൾ യൂസിങ് console.log. console.log നമ്മൾ നേരത്തെ യൂസ് ചെയ്താണ്. ബ്രൗസറിന്റെ കൺസോളിൽ നമുക്ക് ഡേറ്റ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് console.log നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാ വർക്കിംഗ് ആവണമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു ന്യൂ ഫയൽ നമ്മൾ എടുത്തു. console.log എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. എക്സ്റ്റൻഷൻ HTML ആണ്, അപ്പൊ അതും കൊടുത്തു. ഇനി നമ്മൾ ഷിഫ്റ്റ് 1, എൻ്റർ. console.log എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ഈ കൺസോൾ എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ലോഗ് എന്ന് പറഞ്ഞെടുക്കുക. അപ്പൊ കിട്ടിയല്ലോ. അതിലൊന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ കിട്ടും പെട്ടെന്ന് തന്നെ. ഇപ്പൊ console.log നമുക്ക് പിന്നെ റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുത്തേക്കുന്നത് ഓക്കെ വി ആർ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. നമ്മളിത് കോപ്പി ചെയ്തു പാത്ത്, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. വൺ സെക്കൻഡ്. ഇവിടെ അങ്ങനെ വരാൻ കാരണം ഞാൻ ഡോട്ടിന് പകരം ഇവിടെ കോമയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഡോട്ട് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി കോപ്പി പാത്ത് എടുക്കുക. ഇത് കളഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഒന്നും നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എടുക്കുക, എന്നിട്ട് കൺസോൾ എടുക്കുക. അപ്പോൾ കണ്ടോ, കൺസോളിൽ വി ആർ ഫ്രണ്ട്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ 4 നമ്മൾ പഠിച്ചു. ഇന്നർ HTML പഠിച്ചു, റൈറ്റ് മെത്തേഡിന്റെ പഠിച്ചു, അലേർട്ട് ബോക്സിന്റെ പഠിച്ചു, പഠിച്ചു. ഇപ്പൊ ലാസ്റ്റ് വൺ കൺസോളിന്റെ പഠിച്ചു. അലേർട്ട് ബോക്സിന്റെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ അലേർട്ട് ബോക്സിൽ നമ്മൾ വിൻഡോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലെങ്കിലും അലേർട്ട് ബോക്സ് വർക്ക് ആവും. ഓക്കെ, ഇപ്പൊ വിൻഡോ എന്ന് പറഞ്ഞത് ആ ഒരു ഒബ്ജക്റ്റിൽ എല്ലാ ടൈപ്പ് എന്താ പറയുക വേരിയബിൾസും എല്ലാ ടൈപ്പ് സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒബ്ജക്റ്റ് കൊടുത്തില്ലെങ്കിലും ആ അലേർട്ട് ബോക്സ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം.
ഇനി ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ്. ജാവാസ്ക്രിപ്റ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രിന്റ് ഒബ്ജക്റ്റ് ഓർ പ്രിന്റ് മെത്തേഡ്. പ്രിന്റ് ഒബ്ജക്റ്റ് പ്രിന്റ് മെത്തേഡ് അങ്ങനെയൊന്നും ജാവാസ്ക്രിപ്റ്റ് ഇല്ല. യു കനോട്ട് ആക്സസ് ഔട്ട്പുട്ട് ഡിവൈസ് ഫ്രം ജാവാസ്ക്രിപ്റ്റ്. അതായത് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദ ഓൺലി എക്സെപ്ഷൻ ഈസ് യു ക്യാൻ കോൾ ദ വിൻഡോ ഡോട്ട് പ്രിന്റ് മെത്തേഡ് ഇൻ ദ ബ്രൗസർ ടു പ്രിന്റ് ദ കണ്ടന്റ് ഓഫ് ദ കറന്റ് വിൻഡോ. അപ്പൊ നമ്മുടെ കറന്റ് വിൻഡോയിൽ എന്താണോ ഉള്ളത് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് വിൻഡോ ഡോട്ട് പ്രിന്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിന്റ് മെത്തേഡിന്റെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പൊ പ്രിന്റ് EG ഡോട്ട് HTML എന്ന് പറഞ്ഞു കൊടുത്തു. shift1 enter. പ്രിന്റ് മെത്തേഡ് ഇനി സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ വിൻഡോ ഡോട്ട് പ്രിന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ പാത്ത് കോപ്പി ചെയ്തു. പേസ്റ്റ് ചെയ്തു. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ഒരു ഇതാണ് വന്നേക്കണേ. അപ്പൊ ഞാൻ സേവ് ചെയ്യാണ്. ഓക്കെ, നമുക്കപ്പോ ഇതെടുത്തിട്ട് സേവ് ചെയ്തേക്കണം നോക്കാം. നോക്കി, കറണ്ട് വിൻഡോയുടെ ഒരു ഇതാണ് വന്നത്. അതായത് ഇതിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, പ്രിന്റ് മെത്തേഡ് എന്നുള്ളത്. പിന്നെ കറണ്ട് വിൻഡോയുടെ ഒരു ഇത് സ്ക്രീൻഷോട്ട് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനാണ് പ്രിന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, JavaScript syntax is the set of rule how JavaScript program are constructed. JavaScript എന്താ പറയുന്ന ഒരു പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ ടു ക്രിയേറ്റ് എ വേരിയബിൾ. ഈ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി var_x let y ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. var let ഇപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുക, var എന്ന് പറഞ്ഞ് അങ്ങനെയും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഹൗ ടു യൂസ് വേരിയബിൾ, എങ്ങനെയാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്? x എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് 5 കൊടുത്തു, y-യിലേക്ക് 6 കൊടുത്തു. എന്നിട്ട് z എന്ന് പറഞ്ഞൊരു വേരിയബിൾ ലെറ്റിന്റെ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ x + y 5 + 6 11 ആയിരിക്കും ഇത് സ്റ്റോർ ആകുന്നത്. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റ് വാല്യൂസ് നമുക്ക് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് സിന്റാക്സ് ഡിഫൈൻ 2 ടൈപ്പ് ഓഫ് വാല്യൂസ്. 2 ടൈപ്പ് വാല്യൂസ് ആണുള്ളത്, ഫിക്സഡ് വാല്യൂസും വേരിയബിൾ വാല്യൂസും. ഫിക്സഡ് വാല്യൂസ് ആർ കോൾഡ് ലിറ്ററൽ. അതായത് ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂവിനെ പറയുന്ന പേര് ലിറ്ററൽ എന്നാണ്. വേരിയബിൾ വാല്യൂസ് ആർ കോൾഡ് വേരിയബിൾസ്. വേരിയബിൾ വാല്യൂ ഇപ്പൊ വേരി ചെയ്യുകയാണെങ്കിൽ അതിനെ വേരിയബിൾ എന്നും, ഫിക്സഡ് ആണ് വാല്യൂ എങ്കിൽ അതിനെ ലിറ്ററൽ എന്നും പറയും. ജാവാസ്ക്രിപ്റ്റ് ലിറ്റർ, the 2 most important syntax rule of fixed values. ഫിക്സഡ് വാല്യൂസിന് 2 ഇമ്പോർട്ടൻറ്റ് സിന്റാക്സ് ഉണ്ട്. നമ്പർ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഡെസിമൽ നമ്പർ ആകാം അല്ലാതെ നമ്പർ ആകാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. സ്ട്രിങ് ആണെങ്കിലും സിംഗിൾ കോഡ്സിലും പറ്റും, ഡബിൾ കോഡ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സിംഗിൾ കോഡ്സിൽ റിട്ടേൺ ചെയ്തതും ഡബിൾ കോഡ്സിൽ റിട്ടേൺ ചെയ്തതും. ഓക്കെ, next is JavaScript variable. In programming language, variable are used to store the data value. ഒരു ഡേറ്റയുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ഈ 6 എന്നുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് x എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തേക്കണേ. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് യൂസ് കീവേഡ് var let ആൻഡ് കോൺസ്റ്റന്റ് ഡിക്ലെയർ എ വേരിയബിൾ. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് var let കോൺസ്റ്റന്റ്. An equal sign is used to assign value to the variable. ഈ 6 എന്നുള്ള വാല്യൂ ഈ x എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനാണ് നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ,
Next is JavaScript expression. An expression is the combination of value, variable, and operator which compute to a value. Okay, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷനിൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും, ഓപ്പറേറ്റർ ഉണ്ടാവും. ഇതെല്ലാം കൂടി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ദ കമ്പ്യൂട്ടേഷൻ ഈസ് കോൾഡ് ആൻഡ് ഇവാലുവേഷൻ. ആ കമ്പ്യൂട്ടേഷന് പറയുന്ന പേര് ഇവാലുവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ 5 into 10 ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 15 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 5 എന്ന് പറഞ്ഞ 2 വാല്യൂസ് ആണുള്ളത്. ഇവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതേതാണ് ഇൻറ്റു ഓപ്പറേറ്റർ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് ഐഡന്റിഫയേഴ്സ് ആണ് ഞാൻ നെക്സ്റ്റ് ഉള്ളത്. ഐഡന്റിഫയേഴ്സ് ആർ നെയിംസ്. പേരിനെ പറയുന്ന പേരാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ജാവാസ്ക്രിപ്റ്റ് ഐഡന്റിഫയർ ആർ യൂസ്ഡ് ടു നെയിം വേരിയബിൾസ്. വേരിയബിൾസിനൊക്കെ നെയിം കൊടുക്കാൻ വേണ്ടി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഐഡന്റിഫയേഴ്സ്, ഇപ്പൊ എന്നാ പറഞ്ഞ ഇപ്പൊ വാർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ എക്സ് എന്നുള്ളത് ഒരു പേരല്ലേ, അപ്പൊ അത് ഐഡന്റിഫയർ ആണ്. ദ റൂൾ ഫോർ ലീഗൽ നെയിം ആർ മച്ച് ദ സെയിം ഇൻ ദ മോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന വേരിയബിൾ, ഇപ്പൊ ആഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുകയാണെങ്കിൽ അപ്പൊ അതിനകത്ത് വേരിയബിൾ ഇപ്പൊ num1 num2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതും അതുപോലെ അത് റിലേറ്റ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കണം. പിന്നെ ഇൻ ജാവാസ്ക്രിപ്റ്റ് ദ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി എ ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും, ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡോളർ സൈൻ ആയിരിക്കണം. സബ്സീക്വൻസ്, അതായത് നെക്സ്റ്റ് ക്യാരക്ടർ, ഇപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ ലെറ്ററോ അണ്ടർസ്കോറോ ഡോളറോ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡിജിറ്റോ ലെറ്ററോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. അപ്പൊ ഈ ഐഡന്റിഫയർ എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഞാൻ രണ്ട് നമ്പർ കൊടുക്കുവാണ്. അപ്പൊ ഫസ്റ്റിന് num1 കൊടുത്തു, സെക്കൻഡിന് num2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ num1 ഞാൻ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുവാണ്, ഒരു 10 കൊടുത്തു. num2 ഒരു 11 കൊടുത്തു. ഇനി എനിക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളും ഞാനിവിടെ കൊടുക്കണം. ആഡ് ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൻ്റെ ഇത്. ഇപ്പൊ നോക്കൂ, ഇത് ആഡ് ചെയ്യാനുള്ള ഒരു അഡീഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവണം, നോക്കുമ്പോൾ ഇത് num1 എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്, num2 എന്ന് വെച്ചാൽ അടുത്ത നമ്പറാണ്, ആഡ് എന്ന് പറഞ്ഞ അഡീഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യണത്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതുപോലെ ഏത് പ്രോഗ്രാമാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കണം വേരിയബിളിനും അതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കാൻ. ഇപ്പൊ ഇവിടെ num1 num2 എന്ന് വെച്ചാൽ നമ്പറാണ്, ആഡ് എന്ന് വെച്ചാൽ അഡീഷൻ ചെയ്യുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഇതുപോലെ വേണം റിലേറ്റ് ചെയ്ത്, ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത പേരായിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, 21 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഐഡന്റിഫയേഴ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. JavaScript is case sensitive. All JavaScript identifiers are case sensitive. The case sensitive ആണ് എല്ലാ ഐഡന്റിഫയേഴ്സും. The variables last name and last name are two different variable. ഈ last name എന്നുള്ളത് മീനിങ് സെയിം ആണ്, പക്ഷേ ഫസ്റ്റത്തെ ലാസ്റ്റ് നെയിമിന് N ക്യാപിറ്റൽ ആണ്, സെക്കൻഡ് N സ്മോൾ ആണ്. പക്ഷെ ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുക, മീനിങ് സെയിം ആണ്, പക്ഷെ എന്താ പറയുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ നോക്കുമ്പോൾ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം ഒരു എക്സാമ്പിള്.
ആപ്പിൾ, ആപ്പിൾ ഫോർ ക്യാപിറ്റലിൽ ഞാൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഓറഞ്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി ലോഗ് നമ്മൾ എടുത്തു. ആ ലോഗിൽ എന്താ പറയുക, ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് വരുന്നത്? ഇതിപ്പോ .js ആയിട്ടാണ് ഞാൻ സേവ് ചെയ്തത്, HTML ആയിട്ടല്ല. അപ്പൊ ആ .js ആയിട്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ, അതായത് ടെർമിനലിൽ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇൻ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് നോഡ് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നോഡ് സ്പേസ്, ഈ പേര് സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പി ചെയ്തു ആ പേര്. അത് കഴിഞ്ഞ് ഇവിടെ ഈ ടെർമിനലിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് .js എന്ന് പറഞ്ഞ് കൊടുത്തു. കണ്ടോ, ഓറഞ്ച് എന്നാണ് പ്രിന്റ് ആകുന്നത്. ഫ്രൂട്ട് എന്നുള്ള മീനിങ് സെയിം ആണ്, പക്ഷെ എന്താ പറയുന്നത്, കേസ് സെൻസിറ്റീവ് ആണ്. സോ ഫ്രൂട്ട് ഓറഞ്ച് എന്നുള്ളതാണ് പ്രിന്റ് ആയത്. ഇനി ആപ്പിള് പ്രിന്റ് ആവണമെങ്കിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, ദെൻ ആപ്പിൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി. അതായത് ഇവിടെ മീനിങ് ഫ്രൂട്ട് എന്ന് നമുക്കറിയാലോ, മീനിങ് സെയിം ആണ്. പക്ഷേ ഒരെണ്ണം ഫുൾ ക്യാപിറ്റലും ഒരെണ്ണം ഫുൾ സ്മോൾ ലെറ്ററും ആണ്. സോ ഡിഫറെൻ്റ് ആയിരിക്കും എടുക്കുന്നത്, JS ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഓക്കെ.